തമിഴ്നാട്ടിലെ കരൂരിൽ തമിഴക വെട്രിക്കഴകം നേതാവും നടനുമായ വിജയ് പങ്കെടുത്ത പൊതു റാലിക്കിടെ ഉണ്ടായ ദുരന്തത്തിൽ ഹൃദയം നുറുങ്ങിയിരിക്കുകയാണ് തമിഴകം. തിക്കിലും തിരക്കിലും പെട്ട 16 സ്ത്രീകളും 8 കുട്ടികളും ഉൾപ്പെടെ 39 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. വിജയുടെ കരൂർ റാലിയിലാണ് ഞെട്ടിക്കുന്ന ഈ സംഭവം ഉണ്ടായത്. ചെന്നൈയിൽ നിന്ന് ഏകദേശം 400 കിലോമീറ്റർ അകലെയാണ് കരൂർ. ഇന്നലെ വൈകുന്നേരം 8 മണിയോടെയാണ് വിജയുടെ റാലിക്കിടെ തിക്കും തിരക്കും ഉണ്ടായത്. പരിപാടിയിൽ പങ്കെടുക്കാൻ 6 മണിക്കൂർ വൈകിയാണ് വിജയ് സ്ഥലത്തെത്തിയത്. 15,000 മുതൽ 20,000 പേരെയായിരുന്നു പോലീസ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ 25,000 മുതൽ 30,000-നടുത്ത ആളുകൾ എത്തിയെന്നാണ് കണക്കുകൂട്ടുന്നത്. നീണ്ടുകിടക്കുന്ന റോഡിലാണ് വിജയുടെ റാലി നടന്നത്. ആളുകൾ വിജയുടെ വാഹനം പിന്തുടരുന്നത് തിക്കും തിരക്കും കൂടാൻ കാരണമായി. ആളുകൾ സ്ഥലത്ത് നിന്ന് പോകാതെ മുന്നോട്ട് നീങ്ങിയതും പ്രശ്നമുണ്ടാക്കി. 12 മണിക്ക് വിജയ് എത്തുമെന്നായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരുന്നതെങ്കിലും വൈകിട്ട് 7 മണിയോടെയാണ് നടൻ എത്തിയത്. രാവിലെ 10 മണി മുതൽ ആളുകൾ ഇവിടെ കാത്തു നിൽക്കുകയായിരുന്നു. വെള്ളം പോലും കുടിക്കാതെയാണ് ആളുകൾ സ്ഥലത്ത് കാത്തു നിന്നിരുന്നത്. തിക്കിലും തിരക്കിലും പെട്ട് പലരും കുഴഞ്ഞു വീഴുന്നതിനാൽ പ്രസംഗത്തിനിടെ വിജയ് TVK നേതാക്കളോട് ആംബുലൻസ് വിളിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. വിജയ് ഇടയ്ക്ക് ആൾക്കൂട്ടത്തിലേക്ക് വെള്ളക്കുപ്പികളും എറിഞ്ഞുകൊടുത്തിരുന്നു. ജനക്കൂട്ടം നിയന്ത്രണാതീതമായതോടെ പോലീസിന്റെ സഹായം ആവശ്യപ്പെട്ട വിജയ് പ്രസംഗം അവസാനിപ്പിക്കുകയായിരുന്നു. തന്റെ ഹൃദയം തകർന്നുവെന്നാണ് വികാരഭരിതനായി വിജയ് സംഭവത്തിൽ പ്രതികരിച്ചത്. എന്റെ ഹൃദയം തകർന്നിരിക്കുന്നു. വിവരിക്കാൻ കഴിയാത്ത വേദനയിലും ദുഃഖത്തിലും ഞാൻ പുളയുകയാണ്. കരൂരിൽ ജീവൻ നഷ്ടപ്പെട്ട പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം അറിയിക്കുന്നു. ചികിത്സയിൽ കഴിയുന്നവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്നും വിജയ് എക്സ് പോസ്റ്റിൽ കുറിച്ചു. അതേസമയം കരൂരിൽ വിജയുടെ റാലിയിൽ പോലീസ് മതിയായ സുരക്ഷ ഒരുക്കിയില്ലെന്നാണ് തമിഴക വെട്രിക്കഴകം നേതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. കൂടുതൽ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് വിജയ് ചെന്നൈയിലേക്ക് പോയതെന്നും യാതൊരു കാരണവശാലും സ്ത്രീകളും കുട്ടികളും പരിപാടിക്ക് വരരുത് എന്ന് വിജയ് പറഞ്ഞിരുന്നതായും TVK നേതാക്കൾ പറഞ്ഞു. എന്നാൽ വിജയ് എന്ന സിനിമാ നടനെ കാണാൻ വേണ്ടി കൂടുതൽ പേരെത്തുകയായിരുന്നു. കരൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ TVK അധ്യക്ഷനും നടനുമായ വിജയുടെ വീടിന് പോലീസ് കർശന സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ദുരന്തത്തിന് പിന്നാലെ ശനിയാഴ്ച ട്രിച്ചിയിൽ നിന്ന് വിജയ് പ്രത്യേക വിമാനത്തിൽ ചെന്നൈയിൽ എത്തിയിരുന്നു. നിലവിൽ ചെന്നൈയിലെ നീലാങ്കരെ എന്ന തന്റെ സ്വന്തം വീട്ടിൽ കഴിയുകയാണ് വിജയ്. ഇതിന് പിന്നാലെയാണ് പോലീസ് സുരക്ഷ കർശനമാക്കിയത്. Y കാറ്റഗറി സുരക്ഷയാണ് കേന്ദ്ര സർക്കാർ വിജയ്ക്ക് അനുവദിച്ചിരിക്കുന്നത്. ദുരന്തത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലടക്കം വിജയ്ക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. സംഭവത്തിൽ രക്ഷാപ്രവർത്തനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയോ രാഷ്ട്രീയക്കാരന്റേതായ യാതൊരു സമീപനവോ വിജയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വിമർശനം ഉയരുന്നത്. സംഭവത്തിന് ശേഷം 3 മണിക്കൂർ കഴിഞ്ഞാണ് വിജയ് പ്രതികരിച്ചതെന്നും വിമർശനമുണ്ട്. അതേസമയം ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിനൊപ്പം പോലീസ് അന്വേഷണവും നടക്കുമെന്ന് തമിഴ്നാട്ടിലെ ക്രമസമാധാന ചുമതലയുള്ള ADGP ഡേവിഡ്സൺ ദേവാശീർവാദം പറഞ്ഞു. പോലീസിന് വീഴ്ചയുണ്ടായിട്ടില്ല, എല്ലാം അന്വേഷണത്തിലൂടെ പുറത്തുവരുമെന്നും അന്വേഷണം ആരംഭിച്ചിട്ടേയുള്ളൂവെന്നും ADGP വ്യക്തമാക്കിയിരിക്കുകയാണ്.